സ്നേഹസമ്പന്നനായ എൻ്റെ നല്ല ദൈവമേ, എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. ഇന്ന് ഈ ആശ്രമത്തിൻ്റെ കോടതി വിധി പറയുമ്പോൾ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എൻ്റെ ദൈവമേ. എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് മടുത്തു. ഇവന്മാർ ഭയങ്കര വയലന്റ് ആണല്ലോ. എനിക്ക് കിട്ടി ചുമ്മാ രണ്ടടി. ഇനി ഇവന്മാരെ റെഡിയാക്കണമെങ്കിൽ ജോസേട്ടൻ തന്നെ വേണം. ജോസേട്ടാ, എടാ ഷിബു, ഞാനാ ജോസ്. ഒരു 4 കിലോ പോത്തും 3 കിലോ പന്നിയും കൂടെ എന്റെ വീട്ടിലേക്ക് ഇങ്ങ് കൊടുത്തുവിട്. ഉച്ചയ്ക്ക് മുമ്പ് വേണം. അമേരിക്കന്ന് മോനും മോളും കൊച്ചുമോനും ഒക്കെ വരുന്നുണ്ട്. രാത്രിയിലെ ഫ്ലൈറ്റിലെത്തും. പിന്നെ നീ മറ്റേ പസലയും വെട്ടിക്കൂട്ട് വന്ന് കൊടുത്തുവിടാൻ നിൽക്കണ്ട കേട്ടോ. നല്ല തുണ്ടം പീസ് തന്നെ നോക്കി കൊടുത്താ മതി. ഇത് മാമോദീസായിക്കൊന്നും അല്ലടാ. മാമോദീസായിക്ക് 4 കിലോ പോത്തും കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഇത് വീട്ടിലെ ആവശ്യത്തിന്. വേഗം വേണേ. മാമോദീസ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെയാ നമ്മൾ നടത്തുക. പിന്നെ എന്റെ കൊച്ചുമോന്റെ മാമോദീസ ഞാൻ ചെറുതാക്കണോ? അത് ഈ നാടറിഞ്ഞ് ഇതുവരെ ഇവിടെ നടത്താത്ത രീതിയിൽ തന്നെ ചെയ്യും. ഓർഡറൊക്കെ നിനക്ക് തന്നെ തരാം. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ഇതൊക്കെ കൊടുത്തു വിട്. എന്നാ ശരി. എന്താടാ ജോസേ, നല്ല സന്തോഷത്തിലാണല്ലോ. ആരാ ഇത്? തങ്കച്ചനോ? വാടാ, കേറി ഇരിക്കേ. പിന്നെ സന്തോഷിക്കാതെ? എന്റെ മോനും കൊച്ചുമോനും ഒക്കെ വരുമല്ലടാ. ഇപ്പോഴല്ലേ ഞാൻ സന്തോഷിക്കണ്ടേ? പിന്നെ കൊച്ചുമോനെ കാണാനോ അതോ 6 മാസം കഴിഞ്ഞ് വരുന്ന ഭാര്യയെ കാണാനുള്ള സന്തോഷമാണോ? ഈ വയസ്സാങ്കാലത്ത് നീ എന്തോന്ന് വർത്താനാണോ ഈ പറയുന്നത്? കാര്യം പറഞ്ഞ കൂടിയുള്ളപ്പോ കീരിയും പാമ്പും ആണേലും അവളില്ലാത്തപ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. ഒരു തവണ പോലെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ട് അമേരിക്കയ്ക്ക് പോകാൻ നേരത്ത് ശരിക്കും പറഞ്ഞ അവർക്ക് മനസ്സൊന്നുമില്ലായിരുന്നു. പിന്നെ കടമകൾ നിർവഹിക്കണ്ടേ? കൊച്ചിന്റെ കാര്യം നോക്കാൻ ഞങ്ങളല്ലാതെ പിന്നെ ആരാ അവർക്കുള്ളത്? പറമ്പില് പോയിട്ട് വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും കൂടെ ആളില്ലാത്തപ്പോഴാ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാര്യം ശരി തന്നെ. നമ്മൾ തന്നെ അവരെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചിട്ട് മക്കളുടെ ഭാവി വരുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. സാരമില്ല, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അവരുടെ ജീവിതം നന്നാവട്ടെ. എന്നാലും ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ആ പഴയ മധുരമായ പ്രണയകാലം. എത്ര ലെറ്റർ ഞാൻ നിങ്ങൾക്ക് എഴുത്തൊന്നും കൊടുക്കാനായിട്ട്. ജോസേട്ടാ, ജോസേട്ടാ. ഷിബുവേ, ഇത്ര പെട്ടെന്ന് പോത്തെത്തിയോ? ഞാൻ ഷിബു അല്ല. നിങ്ങൾ എവിടെ ഇരുന്ന് പകൽക്കിലാവും കണ്ടിരുന്നോ? ദാ 2 പോത്തുകൾ അവിടെ കിടന്ന് തല്ലുകൂടി ചാവുന്നു. ജോസേട്ടൻ വേഗം ഒന്ന് വന്ന് അമ്മമാരെ പിടിച്ചു മാറ്റി.
ആരാ? എന്താ? ദാ നമ്മുടെ വർക്കിംഗ് കോപ്പിക്കുട്ടനും. ഓ, അവരാണോ? അതെന്തോ ഉള്ളതല്ലേ. നീ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്, ഞാൻ അങ്ങ് ചെല്ലട്ടെ. എന്നാടാ മക്കളെ ഇത്? വിടടാ. ആർക്ക്? ഒന്ന് മാറി നിന്നടാ. നീയേ ജോർജ്, അതിങ്ങനെയാണ് മോനെ, നീ തന്നെ കഴിക്കേ. ദാ കണ്ടോ, അവരുടെ വഴക്ക് തീർന്നു. ഒരു പഴം കൊണ്ട് കൊടുക്കാനായിരുന്നെങ്കിലും ഞാൻ എപ്പോഴേ കൊടുക്കുമായിരുന്നു. വെറുതെ ഞാൻ ഈ അടിയെല്ലാം വാങ്ങും. സാരമില്ല ജോർജെ, പോട്ടെ. സുഖമില്ലാത്ത മക്കളല്ലേ. എന്നാലും ജോസേട്ടാ, ഈ വർക്കിനെ കൊണ്ട് വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. എന്താ ജോർജെ, ഇന്ന് നമ്മുടെ പണിക്കർ സാറ് നല്ല കലിപ്പിലാണല്ലോ. ആ, എന്നും ഉള്ളതുപോലെ തന്നെ ജോസേട്ടാ. എന്നും രാവിലെ 4 മണിക്ക് എണീക്കും, റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. തന്റെ മിലിറ്ററി പോയ മകൻ ഇന്ന് വരും എന്ന് കാത്ത് ഒരേ ഇരിപ്പ് തന്നെ. ഇങ്ങനെയുള്ളവരെല്ലാം വല്ല മെന്റൽ ഹോസ്പിറ്റലും അല്ലേ ജോസേട്ടാ കൊണ്ടുപോണ്ടത്? അതിനൊന്നും നമ്മുടെ അച്ഛൻ സമ്മതിക്കില്ല ജോർജെ. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ജോർജിന് അറിയാമോ, പാവം പണിക്കർ സാറിന് അച്ചടക്കമുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. തന്നെ പോലെ തന്റെ മകനുമാകണമെന്ന് പറഞ്ഞ ഒറ്റ വാശിയില് ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി ആ മകനെ പട്ടാളത്തിൽ അയച്ചു. യുദ്ധത്തില് മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം പാവത്തിന്റെ ഭാര്യയും ആ ഷോക്കോട് കൂടി തീർന്നു. അന്ന് തെറ്റിയതാ പണിക്കർ സാറിന്റെ മനോനില. കൂട്ടക്കാർക്കും സ്വന്തക്കാർക്കും ഒക്കെ ഒരു ഭാരമായി കഴിഞ്ഞപ്പം ഇവിടെ കൊണ്ടുവന്ന് ഈ ആശ്രമത്തിൽ നമ്മുടെ അച്ഛനെ ഏൽപ്പിച്ചു. ആദ്യമൊക്കെ കുറെ പൈസയൊക്കെ അയക്കുമായിരുന്നു. പിന്നെ അതുമില്ല, പണിക്കർ സാറിനെ ഒന്ന് കാണാൻ പോലെ അവര് വരികയായിരുന്നു. ജോസേട്ടാ, ഞാനത് അകത്തേക്ക് ചെല്ലട്ടെ. ആ ചാട്ടിച്ചത് നല്ല സുഖമില്ല. ആ ജോസേട്ടാ, ഇതെന്താ രാവിലെ ഒരു ബഹളം? ആരിത് ബേബിച്ചനോ? തന്റെ കാര്യം ഇപ്പൊ ഓർത്തോളൂ. പാടോ. എന്താ എന്ത് പറ്റി? നമ്മുടെ വർക്കി ഇന്ന് കുറച്ച് വയലന്റ് ആയിരുന്നു. ഗോപിയെയും ജോർജിനെയും ഒക്കെ കണ്ടമാനം ഉപദ്രവിച്ചു. ഞാൻ ഒരു വിധത്തിൽ ഇപ്പൊ സമാധാനിപ്പിച്ച് വിട്ടിരിക്കുക. പാവം എന്റെ വർക്കി. ഞാൻ അവനെ എന്റെ നിഴല് പോലെ കൊണ്ടു നടക്കുകയാണ് ജോസേട്ടാ. അവനെ ഞാൻ മിണ്ടാൻ പോലും സമ്മതിച്ചിട്ടില്ല. എന്റെ സംസാരത്തിന്റെ ധ്വനി അനുസരിച്ച് വർക്കിൽ ഭാവം മാറ്റം വരുമായിരുന്നു. പാവം എന്റെ ഭാഗം കക്ഷത്തിൽ വെച്ച് എന്റെ കണക്കുകൾ നോക്കി എന്റെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു എന്റെ വർക്കി. എനിക്ക് വേണ്ടി ആരോട് എന്തെങ്കിലും സംസാരിച്ച് ആരുടെയും ശത്രുത അവനുണ്ടാകരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ എനിക്ക് കിട്ടേണ്ട ഒരു അടിയ അവനെ നേറ്റുവാങ്ങരുത്, എന്നെ രക്ഷിക്കാൻ. അതിൽ ആ പാവത്തിന്റെ ഓർമ്മ പോയി. ഇപ്പോ ഞാനാണ് അവനെന്നാ വർക്കി വിചാരിക്കുന്നത്. അവൻ മറന്നുപോയി. അവന്റെ കുടുംബത്തെ മറന്നുപോയി. എന്ത് ചെയ്യും?
ഇയാൾക്ക് വട്ട 6 മാസം കഴിഞ്ഞ് വരുന്ന മകന് വേണ്ടി രാവിലെ 4 മണിക്ക് എണീറ്റ് റെഡിയായി വരും. തനിക്ക് ഒരു 5 മണിയായിട്ട് റെഡിയായാ പോരേടോ. 2 ദിവസം കൂടി ഇന്നാ ഒന്ന് സംസാരിക്കുന്നത് പാവം. ഓരോ ജീവിതം എന്റെ ജോസേട്ട, എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. ജോസേട്ട, ഞാൻ പോവുക. ഇത് ഒരല്പം പൈസ അച്ഛൻ വരുമ്പോ ജോസേട്ടൻ ഇതൊന്ന് കൊടുത്തേക്കാവോ? അച്ഛനോട് ഞാൻ വന്നെന്നൊന്ന് പറഞ്ഞേക്കണേ. ശരി. ജോസേട്ടാ, എന്റെ ഒരു സുഹൃത്തെ അവന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് നടത്തിക്കോളാം ഒന്ന് ഒരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ചോദിച്ചിട്ട് പറയാമോ, എങ്ങനെയാ അത് നടക്കും? അതിനിപ്പോ എന്താ ബേബി കുഴപ്പം? അങ്ങനെയാലും ഇവിടെയുള്ള ഈ ജന്മങ്ങളെ മറ്റു പലരും ഒന്ന് കാണാൻ ഇടവരട്ടെ. ഈ പുതിയ തലമുറ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ശരി. പണിക്കർ സാറേ. No, not Panikkar. I am Major General KG Panikkar. അങ്ങനെ എന്നെ വിളിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിളിക്കാവൂ. സോ കോൾ പണിക്കർ സാബ്. സമझे क्या? സമയം എത്രയായി? എന്റെ ഭക്ഷണം എടുത്തു വെച്ചോ? മേജർ KG പണിക്കർ സാർ വാ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. എന്നാ ചലോ, ലെറ്റ്സ് ഗോ. താങ്ക് യു. മാത്യച്ചായ, എത്ര നേരമായിട്ടാണ് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഇത് മതി. ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. എന്നാ ചലോ, ലെറ്റ്സ് ഗോ. താങ്ക് യു. മാത്യച്ചായ, എത്ര നേരമായിട്ടാണ് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഇത് മതി. ഈ പുസ്തകം ഞാൻ കുറച്ചൊന്ന് വായിക്കട്ടെ. മാത്യച്ചായൻ ആ പുസ്തകം എനിക്ക് ഞാൻ തന്നേരെ. എന്നിട്ട് ഈ കൊന്തയൊന്ന് പിടിക്കുക. മാതാവിനോട് പ്രാർത്ഥിക്കണം. എങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുള്ളൂ. അങ്ങനെ നീറുന്ന കനൽ കണങ്ങളുടെ ഇടയിൽ കൂടി അവരുടെ ജീവിതങ്ങൾ കടന്നുപോയി. നീണ്ട 6 മാസങ്ങൾക്ക് ശേഷം ആശ്രമത്തിൽ കേസിന്റെ വിധി വന്നു. സ്ഥലത്തിന്റെ മതിപ്പ് വിലയായ ഏതാണ്ട് 1 കോടി രൂപ നൽകുക, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അച്ഛനെത്തിയായിരുന്നോ? എന്തു പറ്റിയച്ചാ? അച്ഛൻ എന്നാ വിഷമിച്ചിരിക്കുന്നു? കേസിൽ നമ്മൾ തോറ്റുപോയി ജോസേട്ട. അവർ ചോദിച്ച പണം നൽകാൻ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇതെന്ത് പരീക്ഷണമാണ് എന്റെ കർത്താവേ! ആരോരും ഇല്ലാത്ത ഈ മക്കളോട് കരുണ കാണിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ. നമ്മുടെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. ഒരു പാർട്ടി നമ്മുടെ ഈ മക്കളെ ഏറ്റെടുക്കുവാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വേറെ വഴിയില്ല ജോസേട്ട. നമുക്ക് അവരുടെ ഒപ്പം നമ്മുടെ മക്കളെ പറഞ്ഞില്ല. അച്ഛൻ എന്താ ഈ പറയുന്നത്? നമ്മുടെ മക്കളെ പറഞ്ഞു വിടാന്നോ? എന്റെ കർത്താവേ, എന്റെ മക്കളുടെ മേൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കയ്യൊപ്പ് പതിപ്പിക്കണമേ. നാളെ അവർ വരും മക്കളെ കൊണ്ടുപോകാൻ. അവർ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. എനിക്ക് വയ്യ അവർ പോകും.
പോകുന്നത് കാണാം. ജോസിയേട്ടൻ വേണ്ട പോലെ അവരെ പറഞ്ഞയക്കണം. ഇല്ലയുടെ മോനെ ഒന്നുമില്ല. എന്റെ മോൻ പോയി വല്ലതും കഴിക്കും. അച്ഛന് സമയത്തിന് വില അറിയില്ല അല്ലേ? ഓരോ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. എന്താ എന്ത് പറ്റി മേജർ KG പണിക്കർ സാർ? എന്റെ മോൻ കൃത്യം 2 മണിക്ക് എയർ ഇന്ത്യയിൽ വരും. അവനെ സല്യൂട്ട് നൽകി സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകേണ്ടതല്ലയോ? ഫാദറിന് അറിയുമോ, ഇന്ത്യൻ റെയിൽവേ കൃത്യസമയം പാലിക്കാത്തത് കൊണ്ടാണ് എയർ ഇന്ത്യയിൽ അവനോട് ഞാൻ വരാൻ പറഞ്ഞത്. മേജർ KG പണിക്കർ സാർ, ഞാൻ പറയാൻ മറന്നുപോയി. അവൻ വരാൻ ഇനി 1 വർഷം കൂടി കഴിയും. അവിടെ യുദ്ധം തുടങ്ങി. അവന്റെ ലീവ് ക്യാൻസലാക്കി. അതവൻ എന്നെ വിളിച്ചറിയിച്ചിരുന്നു. ആണോ? യുദ്ധം തുടങ്ങിയോ? എങ്കിൽ അവന്റെ ആവശ്യം അവിടെയാണ്. ഭാരത് മാതാ കി ജയ്. ഫാദർ, അവൻ വരുന്നില്ല എങ്കിൽ ഇനി എനിക്കിതിന്റെ ആവശ്യം ഇല്ല. എന്താ മോനെ ഇത്? എന്താ മോനെ നീ ഇങ്ങനെ നോക്കുന്നത്? വാ, ഇവിടെ ഇരിക്കുക. ഇന്ന് നിന്റെ മകളുടെ കല്യാണമായിരുന്നു. ഞാൻ അതിന്റെ ഭംഗിയായി നടത്തിയില്ല. ഇതേ ഒരു പിടി ചോറാണ് നിന്റെ മകളുടെ കല്യാണത്തിന്റെ. നീ ഇത് കഴിക്കണം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിത്തരാം. ഞാൻ തന്നെ നിനക്ക് വാരിത്തരാം. കഴിച്ചോ. വേവിച്ചനായിരുന്നു. ഞാൻ അവരുടെ ഈ മക്കളെ പിന്നെയും തല്ലുകൂടുക. ജോസിയേട്ടാ, ഇത് വർക്കിയുടെ മകളുടെ കല്യാണമാണ്. ഈ അപ്പനെ ഒന്ന് വന്ന് കണ്ട് അനുഗ്രഹമാകാൻ പോലും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, തന്റെ മക്കൾക്കൊരു നല്ല ഭാവി ലഭിക്കാൻ ജോസിയേട്ടാ, ഇത് വർക്കിയുടെ മകളുടെ കല്യാണമാണ്. ഈ അപ്പനെ ഒന്ന് വന്ന് കണ്ട് അനുഗ്രഹമാകാൻ പോലും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ, തന്റെ മക്കൾക്കൊരു നല്ല ഭാവി ലഭിക്കാൻ കഷ്ടപ്പെടുന്ന എത്രയോ അപ്പന്മാരിന്ന് ഇവിടെയുണ്ട്. സ്വന്തം ഭാര്യയോട് ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു വരില്ല. മക്കളോട് കർക്കശക്കാരനായിരിക്കുമ്പോൾ മക്കളുടെ നല്ല ഭാവിയാണ് ഓരോ അപ്പന്റെയും അമ്മയുടെയും മനസ്സിൽ. എല്ലാ മക്കളും അത് മനസ്സിലാക്കുമ്പോൾ തന്റെ ഭർത്താവിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, അയാളുടെ കുറവുകൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിയുന്നത്. വിഷമിക്കാതെ ബേബി. എന്റെ ലൈസിയും മകനും മോളും കുഞ്ഞും എയർപോർട്ടിലേക്ക് പുറപ്പെട്ടവർ എയർപോർട്ടിലെത്തിയില്ല. അവർക്ക് എന്തു പറ്റിയെന്ന് പോലും എനിക്കറിയില്ല. നാട്ടിലേക്ക് പുറപ്പെട്ട പലരും
മലയാളി കുടുംബം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വാർത്ത കണ്ട ഞെട്ടലിൽ ഇറങ്ങി ഓടിയ ഞാൻ തളർന്നു വീണത് ഈ ആശ്രമത്തിന്റെ മുമ്പിലാണ്. എന്നെ ആശ്വസിപ്പിച്ചിട്ട് ജോസഫ് കരയുകയാണ്. ജോസഫ് സാരമില്ല, പോട്ടെ. അല്ല, അച്ഛൻ എവിടെ? നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ദേവി. മക്കളെ കൊണ്ടുപോകാൻ ആ ഡോക്ടർ പറഞ്ഞ ആൾക്കാർ ഇന്ന് വരും. നമ്മുടെ അച്ഛൻ ഇതൊന്നും കാണാൻ പറ്റില്ല. ആ സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അച്ഛൻ മാറി നിൽക്കുക. അച്ഛൻ ഇവിടെ ആരാധന ചാപ്പലുണ്ടാവും. ജോസഫ്, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ മക്കളെ എങ്ങോട്ടും നമുക്ക് കൊടുത്തുവിടണ്ട. ഞാൻ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാം. എന്റെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് ശക്തി തന്ന എന്റെ കർത്താവേ, എന്റെ മക്കൾക്ക് ഒരാപത്തും വരുത്തരുത്. അച്ഛാ, എന്താ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്റെ മക്കളെ ഞാനിന്ന് പറഞ്ഞയക്കുകയാണ് ബേബി. കേസിൽ നമ്മൾ തോറ്റുപോയി. എന്താ അച്ഛാ, എന്നോട് പോലും പറയാതെ പെട്ടെന്ന് എങ്ങനെയൊരു തീരുമാനം? നമ്മുടെ ഡോക്ടർ കൊണ്ടുവന്ന ആളുകളാണ് ബേബി. അവർക്ക് പല സ്ഥലങ്ങളിലും ചാരിത്ര്യ പ്രവർത്തനമുണ്ട്. പെട്ടെന്ന് ഇവരെയും കൊണ്ടുപോകാൻ എനിക്ക് മറ്റൊരു സ്ഥലമില്ല. അച്ഛൻ എന്നെ ഒരു അന്യനായിട്ടാണോ അച്ഛാ കാണുന്നത്? എന്റെ വീടല്ലേ അച്ഛാ? ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അച്ഛാ. അവള് നേരത്തെ എന്നെ ഇട്ടിട്ടങ്ങ് പോയില്ലേ? പിന്നെയുള്ള ഒരേ ഒരു മകൾ, അവളെ ഞാൻ പഠിപ്പിച്ച് നല്ല നിലയിൽ കല്യാണം കഴിച്ച് അങ്ങ് വിദേശത്തേക്ക് അയച്ചു. കുട്ടികളും ഭർത്താവുമായി അവളുടെ ലോകത്ത് അവളങ്ങ് ഓസ്ട്രേലിയയിലെ സുഖമായി ജീവിക്കുകയില്ലേ അച്ഛ? 3 വർഷമായി അച്ഛ അവളെ എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട്. എനിക്ക് എന്റെ കൊച്ചുമക്കളെ കാണണമെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒന്ന് വാ മോളെ, ഒന്ന് വാ മോളെ. അവൾക്ക് സമയമില്ല അച്ഛ. അവള് പറയാ വീഡിയോ കോൾ ചെയ്യാം, അതിൽ കണ്ടാ പോരേന്ന്. അത് മതിയച്ചാ, എനിക്കിനി വീഡിയോ കോളൊക്കെ പോരെ. അച്ഛാ, എന്റെ വീടും ബാക്കിയുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ ആശ്രമത്തിലേക്ക് എഴുതി തരുന്നച്ചോ. മക്കളെയും കൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോരെ. അവർക്ക് വേണ്ടി ഒരിക്കൽ ഞാൻ നടത്തിക്കോളാം അച്ഛാ. ബേബി, ഇതറിയുമ്പോൾ എന്റെ മക്കൾക്ക് എന്ത് സന്തോഷമാകുമെന്നോ. വാ, നമ്മൾക്ക് ആശ്രമത്തിലേക്ക് പോകാം. ആ അച്ഛാ, നമ്മുടെ വക്കീലാണല്ലോ അങ്ങോട്ട് വരുന്നത്. അച്ഛാ, എന്തു പറ്റി സൈമ? എന്താ നിനക്കൊരു പരിഭ്രാന്തി? അച്ഛാ, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്. അയാളുടെ ഭീഷണി ഞാൻ വീണുപോയി. നീ കാര്യം പറയ് സൈമ. അച്ഛാ, 6 മാസം മുൻപ് ഡോക്ടർ ലൂയിസ് എന്നെ അയാളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നത്? സ്ഥലവും വീടും വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റില്ലെന്നോ? സഹോദരി,
നിങ്ങളുടെ ഭർത്താവിന് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. ഇല്ലെങ്കിൽ അയാൾക്കൊരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും. എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളെ വന്നതാണ്. അവൻ കൊണ്ടുവരുന്ന പേപ്പറിൽ ഒരു സൈൻ ചെയ്ത് കൊടുത്തേക്കൂ. ബാക്കി ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മാർക്ക്, പറയൂ ലൂയിസ്. നമ്മുടെ ആളുകളെ പറഞ്ഞയച്ച് അടുത്ത ഞായറാഴ്ച ഓപ്പറേഷൻ നടത്തേണ്ട ആ ഫാമിലിയുടെ വീട് സ്ഥലവും അവരുടെ ആരുടെയും പേര് എഴുതി വാങ്ങിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് എന്താ ഗുണം? അത് വേറെ ഒരു വില്ലേജ് അല്ലേ? മാർക്ക്, ഈ കച്ചവടത്തിൽ അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ നമ്മുടെ നഷ്ടം 60 ലക്ഷമാണ്. എത്രയോ അന്വേഷിച്ചതിന് ശേഷമാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരുത്തരെ നമ്മൾ കണ്ടെത്തിയത്. ഡോക്ടർ, നിങ്ങൾ ഒരു ബുദ്ധിരാക്ഷസം തന്നെ. ഒരു ഇഞ്ചക്ഷനിലൂടെ അയാളുടെ 2 കാലുകൾ തളർത്തി. അടുത്ത ഓപ്പറേഷൻ നടത്തി അത് വീണ്ടും ശരിയാക്കും. നമുക്ക് ബോണസായി ഒരു കിഡ്നിയും കിട്ടുന്നു. അതിലൂടെ തളർന്നു പോയ കാലുകൾ ശരിയാക്കി ഡോക്ടർ ഫേമസ് ആകുന്നു. മാർക്ക്, പാവപ്പെട്ടവന്റെ കണ്ണുനീർ എന്നും നമ്മളെ പോലുള്ളവരുടെ ബിസിനസ് ആണല്ലോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നീ പോയി വേണ്ട ഒരുക്കങ്ങൾ ചെയ്യ. എന്താ സൈമൺ, ഇവിടെ വരെ വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ഇല്ല ഡോക്ടർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? ഉണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കണമെങ്കിൽ എനിക്ക് തന്റെ സഹായം ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ വരാൻ പറഞ്ഞത്. വളച്ചുകെട്ടുകൾ വേണ്ട, കാര്യം പറയൂ. നമ്മുടെ ആശ്രമത്തിന്റെ കേസ് അച്ഛൻ തോൽക്കണം. അന്തേവാസികളുമായി അച്ഛൻ തെരുവിലാകണം. അത് നടക്കുകയില്ല. എനിക്കത് ചെയ്യാൻ പറ്റില്ല. നടക്കണം. അങ്ങനെ നടന്നാൽ അവരെ ഞാൻ ഏറ്റെടുക്കും. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ എന്റെ റിസർച്ച് സെന്ററിൽ പല പല പരീക്ഷണങ്ങളിൽ അവർ ജീവിക്കും. ഇല്ല, ഇതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അനാഥരുടെ പാവലമായ അവരെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല. ഡോക്ടർ, താൻ മാന്യതയുടെ മുഖമുടിട്ട ചെന്നായാണല്ലേ? ഞാൻ ചെന്നായ. കൊള്ളാം, നല്ല പ്രയോഗം. വക്കീലേ, മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ചെന്നായകൾക്കിടയിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അഡ്വക്കേറ്റ് സൈമൺ, സഹായിക്കുന്നവരെ ഈ ലൂയിസ് ആയിട്ട് നോക്കാറില്ല. നീ ചിന്തിക്കേ, നീ ആലോചിച്ച് ഒരു തീരുമാനം പറ. നിന്റെ വില നീ പറയുന്നതാണ്. നീ എന്ത് പറഞ്ഞാലും ഈ മഹാഭാരതത്തിനെ ഞാൻ കൂട്ടി നിൽക്കില്ല. സൈമൺ, തനിക്ക് പ്രായപൂർത്തിയായ 2 പെൺമക്കളല്ലേ? കോളേജിൽ പോയവർ തിരിച്ചു വന്നില്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന വിഷമത്തെക്കാൾ വലുതാണോ ഈ പുള്ളിരിച്ച കുറെ ജന്മങ്ങൾ? ഡോക്ടർ, സൈമൺ, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കും. ഇല്ലെങ്കിൽ നീ അവന്റെ ഭീഷണിക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോയി അച്ഛ. ഒരു നിമിഷം ഞാൻ എന്റെ കുടുംബത്തെ ഓർത്തുപോയി അച്ഛ. ആരോരുമില്ലാത്ത പാവങ്ങളെ കുരുതി കൊടുക്കുന്ന ഇവനെയൊക്കെ ബേബി, അവനെ ഒന്നും ചെയ്യണ്ട. അവൻ തെറ്റേറ്റു പറഞ്ഞവന്. ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടെങ്കിൽ അവൻ നന്മയുള്ള മനുഷ്യനാണ്. എന്നാലും ആ ഡോക്ടർ, അയാൾ നമ്മളെ ചതിച്ചു കളഞ്ഞല്ലോ ബേബി. അച്ഛാ, എന്നാ വാ, നമുക്ക് വേഗം ആശ്രമത്തിലേക്ക് പോകാം. ജോസേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവർ സുരക്ഷിതരായിരിക്കും.
മിസ്റ്റർ മാർക്ക് അതെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഡോക്ടർ, നിങ്ങൾ പറഞ്ഞ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവൻ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു കയറ്റാവുന്ന വേണ്ട, അവന് വരാൻ താല്പര്യമില്ലെങ്കിൽ അവനെ കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് അവൻ ഒരിക്കലും ഒരു ഭാരമല്ല ഡോക്ടർ. ഇല്ല, അവനെ ഞങ്ങൾ കൊണ്ടുപോകും. നിങ്ങളെന്താ ഡോക്ടറെ ബലം പ്രയോഗിക്കുവാണോ? അങ്ങനെയെങ്കിൽ അച്ഛൻ വന്നിട്ട് എന്റെ മക്കളെ കൊണ്ടുപോയാൽ മതി. അച്ഛൻ വരുന്നവരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇല്ല, അച്ഛൻ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടുന്ന് പോകൂ. ഡോക്ടർ ലൂയിസ്, നിങ്ങൾ എന്റെയും എന്റെ മക്കളെയും ചതിക്കുകയായിരുന്നല്ലേ? ഞാനൊരു വൈദികനായി പോയി. ജോർജ്, നമ്മുടെ മക്കളെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരൂ. നമ്മുടെ മക്കൾ എവിടെയും പോകുന്നില്ല. അച്ഛൻ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എന്നെ ഇനി പൊട്ടം കളിക്കണം. എന്നാ ബേബി, എന്നാ പറ്റി? നമ്മുടെ മക്കളെ ഇവൻ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാമോ? അവന്റെ പരീക്ഷണശാലയിലേക്ക്. അച്ഛനെ കൂടെ മാറി നിൽക്കാം. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ചത്തീനാണവൻ. എന്റെ കുഞ്ഞുങ്ങളെ പോലും വെച്ച് വിലപേശി. ഇവനെ ജീവനോടെ വിടാൻ പാടില്ല. വേണ്ട, അവനെ ആരും ഒന്നും ചെയ്യണ്ട. എല്ലാരും മാറി നിൽക്ക്. പാപികളോട് ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ഞങ്ങളുടെ നല്ല ദൈവമേ, ഇവന്റെ തെറ്റുകൾ ഇവരോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ മക്കളോട് കരുണ കാണിച്ച ഞങ്ങളുടെ നല്ല തമ്പുരാനെ, അങ്ങയുടെ കൈവപ്പ് ഞങ്ങളുടെ മേൽ എന്നും ഉണ്ടാകണമേ.